രാജ്യത്തെ പ്രതിപക്ഷ നിരയുടെ ഉള്ളുലയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത്. 243 അംഗ ബീഹാർ നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഭരണമുന്നണിയായ NDA 200 സീറ്റുകൾ നേടിയാണ് അധികാരം ഉറപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നിരയായ മഹാസഖ്യം 37 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. മറ്റു പാർട്ടികൾക്ക് 6 സീറ്റുകൾ നേടുവാനും സാധിച്ചിട്ടുണ്ട്. ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സ്ഥിരതയെ ബാധിക്കുവാൻ പോകുന്ന ഒരു വിഷയമായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ BJPക്ക് 3-ാം വട്ടവും കേന്ദ്ര ഭരണം നിലനിർത്തുവാൻ സാധിച്ചത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിർണായക പിന്തുണ മൂലമാണ്. അത്തരത്തിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ബീഹാറിൽ NDA സഖ്യത്തിന് പരാജയം സംഭവിച്ചാൽ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കും മടിയില്ലാത്ത നിതീഷ് പ്രതിപക്ഷ നിരയിലേക്ക് ചുവടുമാറുവാനുള്ള സാധ്യതകൾ സജീവമായിരുന്നു. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ കേന്ദ്ര ഭരണം തന്നെ അസ്ഥിരപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുമായിരുന്നു. അതിനാൽ തന്നെ ഈ കണക്കുകൂട്ടലുകൾ കൃത്യമായി നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ബീഹാറിൽ ശക്തമായ പ്രചരണം നയിച്ചതും ഗുരുതരമായ ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്നാൽ ഇതൊന്നും ബീഹാർ ജനതയെ സ്വാധീനിച്ചില്ല എന്നാണ് നാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ പ്രമുഖ വാർത്താ മാധ്യമങ്ങളടക്കം തെരഞ്ഞെടുപ്പ് വിശകലന ഏജൻസികൾ ഉൾപ്പെടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ നവംബർ 11-ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു. മഹാഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബീഹാറിൽ NDA സഖ്യം അധികാരം നിലനിർത്തും എന്ന് തന്നെയാണ് പ്രവചിച്ചത്. എന്നാൽ അവരുടെ പ്രവചനങ്ങൾ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു മഹാവിജയം NDA നേടുമെന്ന സാഹചര്യത്തെക്കുറിച്ച് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ കൃത്യതയോടുകൂടി പ്രവചിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ CP റാഷിദിന് സാധിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റാഷിദ് പറഞ്ഞതിനും അപ്പുറത്തേക്ക് NDAയുടെ സീറ്റെണ്ണം ഉയർന്നുവെങ്കിലും റാഷിദ് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ബീഹാറിലെ വോട്ടിംഗ് ശതമാന കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. CP റാഷിദ് എന്ന യുവാവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവചന കിരീടങ്ങളിലേക്ക് ഒരു പൊൻതൂവൽ കൂടിയായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രവചനം മാറുന്നു എന്ന വസ്തുത മുന്നിലിരിക്കെ എന്തുകൊണ്ടായിരിക്കാം റാഷിദിൻ്റെ പ്രവചനങ്ങൾ ഇത്രമാത്രം കൃത്യത പാലിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പൊതുജനങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളുമെല്ലാം വിവിധ വിഷയങ്ങൾ ഉയർത്തിവിടാറുണ്ട്. എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇവയിൽ എല്ലാ വിഷയങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ആകണമെന്നില്ല. അതിനാൽ തന്നെ വോട്ടർമാരെ കൃത്യമായി സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവാണ് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളുടെ ആധികാരികത അല്ലെങ്കിൽ കൃത്യത വർദ്ധിപ്പിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കുവാൻ CP റാഷിദ് എന്ന മലയാളി യുവാവിന് സാധിക്കുന്നു എന്നുള്ളിടത്താണ് ബീഹാറിലും ഡൽഹിയിലുമെല്ലാം അദ്ദേഹം കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കിയിരിക്കണം. ബീഹാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി അടക്കമുള്ള നിരവധി വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായി മാറുമെന്ന് വിലയിരുത്തിയിരുന്നതാണ്. എന്നാൽ ഇത് ജനങ്ങളെ സ്വാധീനിക്കില്ല എന്ന് ആദ്യം സധൈര്യം വിളിച്ചു പറഞ്ഞത് CP റാഷിദ് എന്ന വ്യക്തിത്വമാണ്. ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കേരള സ്പീക്സിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ച ദിവസം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇപ്രകാരം അദ്ദേഹം വ്യക്തമാക്കിയ ഒന്നാമത്തെ ഘടകം പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യമാണ്. പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൃത്യമായും ഒരു വോട്ട് കട്ടറായി മാറും എന്ന നിലപാടാണ് CP റാഷിദ് അന്ന് ആവർത്തിച്ചത്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ബീഹാറുമായി ബന്ധപ്പെട്ട് റാഷിദ് നടത്തിയ പ്രവചനത്തിൽ ജൻ സൂരജ് പാർട്ടി അഥവാ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി 7 മുതൽ 12 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും 11.5% മുതൽ 15% വരെ വോട്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പിടിക്കുമെന്ന് റാഷിദ് വ്യക്തമാക്കിയിരുന്നു. റാഷിദ് ഈ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ സീറ്റിന്റെ എണ്ണത്തിലോ വോട്ടിംഗ് ശതമാനത്തിലോ ഉള്ള കൃത്യതയ്ക്കപ്പുറം പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷ നിരക്ക് ഏൽപ്പിക്കുന്ന ആഘാതം എന്താണെന്ന് അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രവചനത്തിന്റെ കൃത്യത അല്ലെങ്കിൽ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത്. പ്രശാന്ത് കിഷോർ വോട്ട് കട്ടറാകുമെന്ന് റാഷിദ് പ്രവചിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു വോട്ട് കട്ടറായി മാറുകയും ആ വോട്ടുകൾ ചോരുവാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ അല്ലെങ്കിൽ മഹാസഖ്യത്തിന്റെ പാളയത്തിൽ നിന്നാണ് എന്നുള്ളതുമായ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളുടെ കൃത്യത റാഷിദിന്റെ പ്രവചനത്തെ മനോഹരമാക്കുന്നു എന്നതാണ് ആദ്യത്തെ വസ്തുത. രണ്ടാമതായി തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു വിഷയമായി റാഷിദ് ഉയർത്തിക്കാട്ടിയത് സ്ത്രീകളുടെ
അക്കൗണ്ടുകളിലേക്ക് 1,40,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം നിക്ഷേപിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണെന്നാണ്. ഇത് വ്യാപകമായി സ്ത്രീ വോട്ടർമാരെ മാത്രമല്ല, ആ സ്ത്രീ വോട്ടർമാരിലൂടെ ഒരു പറ്റം യുവ വോട്ടർമാരെയും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി മാറ്റും എന്ന അഭിപ്രായമാണ് റാഷിദ് പ്രകടിപ്പിച്ചത്. അതും കൃത്യതയോടുകൂടി തന്നെ സംഭവിച്ചു എന്ന വസ്തുത നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ലോക് ജൻശക്തി പാർട്ടിയുടെ NDA മുന്നണിയിലെ സാന്നിധ്യമായിരുന്നു. 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനോട് ഇടഞ്ഞ് രാംവിലാസ് പസ്വാന്റെ മകനായ ചിരാഗ് പസ്വാൻ സ്വതന്ത്രനായി മത്സരിക്കുകയും ഒരു സീറ്റ് നേടുകയും ചെയ്തപ്പോൾ നിരവധി കോട്ടകളിൽ JDUവിന് കാലിടറി വീഴുന്നതും നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LJPയുടെ NDA മുന്നണിയിലെ അസാന്നിധ്യമാണ് 2020 RJDക്കും പ്രതിപക്ഷ സഖ്യത്തിനും വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചത് എന്നാണ് റാഷിദ് അഭിപ്രായപ്പെട്ടത്. അതിനാൽ തന്നെ LJP ഇപ്പോൾ NDAയുടെ ഭാഗമായി, ഭരണമുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റാഷിദ് വിലയിരുത്തിയത്. അത് കൃത്യമാണെന്ന് LJPയുടെ പെർഫോമൻസ് മാത്രമല്ല NDAയുടെ പെർഫോമൻസും മനസ്സിലാക്കി തരുന്നുണ്ട്. 28 സീറ്റുകളിലാണ് LJP സ്ഥാനാർത്ഥികൾ NDAയുടെ ഭാഗമായി ബീഹാർ നിയമസഭയിലേക്ക് മത്സരിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിൽ 21 സീറ്റുകളും അവർക്ക് വിജയിക്കുവാൻ കഴിയും. അതുമാത്രമല്ല 43 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തിപ്പോയിരുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിന് 78 സീറ്റുകളിലേക്ക് ഉയർന്നു വരുവാനും സാധിച്ചിരിക്കുന്നു. റാഷിദ് ഞങ്ങളുമായുള്ള അഭിമുഖത്തിൽ ഇത് വളരെ കൃത്യതയോടുകൂടി എടുത്തു പറഞ്ഞിരുന്നു. അതായത് 2020 തെരഞ്ഞെടുപ്പിൽ JDU മത്സരിച്ച 40ഓളം സീറ്റുകളിൽ അവരെ പരാജയപ്പെടുത്തിയത് LJP സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 43-ൽ നിന്ന് 78-ലേക്ക് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ സീറ്റ് നില ഉയരുമ്പോൾ അത് റാഷിദിന്റെ പ്രവചനവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ NDA മുന്നണിയുടെ വോട്ടുകൾ ഒരിടത്തേക്കും ചോർന്നില്ല എന്ന വസ്തുതയും നാം വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് LJP സ്ഥാനാർത്ഥികൾക്ക് 21 ഇടങ്ങളിൽ വിജയിക്കുവാൻ കഴിഞ്ഞത് എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കൃത്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളെ വിലയിരുത്തുവാൻ CP റാഷിദ് എന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന് കഴിയുന്നതിനാൽ തന്നെയാണ് വളരെ കൃത്യതയോടുകൂടി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ശരിയായി മാറുന്നതും ആ പ്രവചനങ്ങൾക്ക് ദേശീയ മാധ്യമങ്ങളടക്കം ചെവി കൊടുക്കുന്നതും. വരാനിരിക്കുന്ന നാളുകളിലും ഈ പ്രക്രിയ അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CP റാഷിദ് ഓരോ പ്രവചനം നടത്തുമ്പോഴും അദ്ദേഹം നടത്തിയ അനവധി പ്രവചനങ്ങളിൽ തെറ്റിപ്പോയ 1-2 ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന സൈബർ പ്രൊഫൈലുകൾ കേരളത്തിൽ ധാരാളമുണ്ട്. എന്നാൽ അവരുടെ എല്ലാം വായടപ്പിക്കുന്ന ഒരു പ്രവചനമാണ് ഇപ്പോൾ CP റാഷിദ് ബീഹാറുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അത് വളരെ കൃത്യതയുള്ള പ്രവചനമായിരുന്നു. സീറ്റുകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ കൂടിയും ആ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനെ സ്വാധീനിച്ച ഘടകങ്ങളെ അദ്ദേഹത്തിന് കൃത്യമായി തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന വസ്തുതയാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത്. ഇവിടെ CP റാഷിദ് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ചില സന്ദേശങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കും സ്വീകരിക്കാവുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിവിടുന്ന വിഷയങ്ങൾ വലിയ രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര ചർച്ചയാകുന്നില്ല എന്ന സൂചനകൾ അദ്ദേഹം പലപ്പോഴും തൻ്റെ അഭിമുഖങ്ങളിലും സമൂഹ മാധ്യമ പോസ്റ്റുകളിലും പങ്കുവെക്കാറുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇത് തിരിച്ചറിയാതെ പോകുന്നു. ജനങ്ങളുടെ പൾസ് അറിയുവാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന വസ്തുതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി ബീഹാർ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത നേതൃത്വവും താഴേക്കിടയിൽ സംസ്ഥാന തലങ്ങളിലും ജില്ലാ തലങ്ങളിലുള്ള നേതൃത്വ ഭാരവാഹികളും ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും സർക്കാർ വിരുദ്ധ വികാരം തങ്ങളെ അധികാരത്തിലെത്തിക്കുമെന്ന മിഥ്യാധാരണയിലാണ് കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ സർക്കാർ വിരുദ്ധ വികാരം ഭിന്നിച്ചു പോയാൽ സർക്കാരിന് അധികാരം നിലനിർത്തുവാൻ സാധിക്കുമെന്നുള്ള വസ്തുത ബീഹാർ ഇപ്പോൾ പഠിപ്പിച്ചു തരികയാണ്. ബീഹാറിൽ പ്രശാന്ത് കിഷോർ ആയിരുന്നെങ്കിൽ കേരളത്തിലും അത്തരമൊരു സാന്നിധ്യം ഉണ്ടാകുക എന്നത് രാഷ്ട്രീയമായി അസംഭവ്യമായ ഒരു കാര്യമല്ല എന്ന് ഇവിടെ കോൺഗ്രസും UDFും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ പിണറായി വിജയന്റെ കീഴിൽ 3ാം വട്ടവും ഒരു ദുർഭരണത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടു എന്ന പാപഭാരം കോൺഗ്രസിന്റെയും UDFിന്റെയും ചുമലിലിരിക്കും എന്ന വസ്തുത കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.